നമസ്കാരം, ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ ജനങ്ങളുടെ ജീവന് ഒരു വിലയും നൽകാത്തവരാണ് മോദി സർക്കാർ. അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അടുത്തിടെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളും. അതായത് വ്യാഴാഴ്ച ഗുജറാത്തിലെ രത്തൻ ചൌക്കിൽ ഒരു കുട്ടി സൈക്കിൾ ഓടിച്ച് പോവുകയായിരുന്നു. പിന്നീട് ആ കുട്ടിയെ കാണാനില്ല. എന്നാൽ കുട്ടിയെ കാണാതെ വീട്ടുകാർ പരിഭ്രാന്തരാവുകയായിരുന്നു. ഒടുവിൽ രാത്രി 9:30 മണിക്ക് അവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചെത്തി. ബന്ധുക്കൾ അവനോട് കാര്യം തിരക്കിയപ്പോൾ സൈക്കിൾ ഓടിച്ച തന്നെ പോലീസുകാർ മർദ്ദിച്ചു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ലായിരുന്നു എന്നും അവൻ പറഞ്ഞു. തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും അവൻ പറയുകയുണ്ടായി. എന്നാൽ പിന്നീട് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് അത് മോദിക്ക് കടന്നു പോകാൻ വേണ്ടി ഒരുക്കിയ റോഡായിരുന്നു എന്നായിരുന്നു. അതായത് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന റോഡിലേക്കാണ് അബദ്ധത്തിൽ ആ കുട്ടി സൈക്കിൾ ഓടിച്ച് ചെല്ലുന്നത്. ഈ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരു കുട്ടിയെയാണ് പോലീസ് ആക്രമിച്ചത്. എന്ത് സുരക്ഷയുടെ പേരിലാണ് മോദി സർക്കാരിന്റെ പോലീസ് ഈ കുട്ടിയോട് ഇങ്ങനെ ചെയ്തത് എന്നതിന് ഈ പോലീസുകാർക്ക് യാതൊരു ഉത്തരവുമില്ല. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ അതേ ഭരണത്തിന് കീഴിലുള്ള സാധാരണക്കാരായ ജനങ്ങളാണ് ബലിയാടാവുന്നത്. ഈ മോദി സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവന് എന്ത് വിലയാണ് നൽകുന്നത് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരെ കൈവിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ അമൃത്സറിൽ എത്തിച്ചപ്പോഴും ഒരക്ഷരം മിണ്ടാതെ നിന്ന പ്രധാനമന്ത്രി. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ ഇന്നൊരു തുടർക്കഥയാവുകയാണ്. എന്നാൽ വ്യാഴാഴ്ച രത്തൻ ചൌക്കിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ കാറുകൾ കടന്നു പോകുമ്പോൾ ആ കുട്ടി സൈക്കിൾ ചവിട്ടുന്നത് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് പോലീസുകാരൻ അയാളെ തടഞ്ഞു നിർത്തി അയാളുടെ മുടിയിൽ പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണാം.